നമസ്കാരം. സ്വകാര്യ വിദേശയാത്രയൊക്കെ പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവുമൊക്കെ ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. പുലർച്ചെ 3:15 എത്തിയത്. തിരുവനന്തപുരത്താണ് അപ്രതീക്ഷിതമായിട്ട് മുഖ്യമന്ത്രി എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രിയെ സ്വീകരിക്കുവാനും പതിവ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം മുൻകൂട്ടി അറിയിച്ചതിലും നേരത്തെയാണ് മടക്കമുണ്ടായത്. തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നത്. കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഈ മാസം 6-ാം തീയതിയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് തന്നെ. മുഖ്യമന്ത്രിക്കൊപ്പം വിദേശ പര്യടനത്തിലായിരുന്ന മരുമകനും മന്ത്രിയുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസും ഭാര്യ വീണയും നാളെ മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. ഇന്ന് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമായിരിക്കും മന്ത്രി നാട്ടിലേക്ക് തിരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചിയിൽ മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുവാനാണ് കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് മാറ്റി തിരുവനന്തപുരത്തേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമല്ല എന്നുള്ളതാണ്. തിങ്കളാഴ്ച മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിമാനത്താവളത്തിലെത്തിയ മാധ്യമപ്രവർത്തകരോടൊന്നും മുഖ്യമന്ത്രി ഒരു തരത്തിലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവും മന്ത്രിയുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും വിദേശയാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്വകാര്യ സന്ദർശനമായിരുന്നു മുഖ്യമന്ത്രിയുടേത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. ഇന്നു മുതൽ തന്നെ മുഖ്യമന്ത്രി ഭരണകാര്യങ്ങളിൽ ഇടപെടും. അതിനിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളടക്കം സർക്കാർ ഉടൻ എടുക്കാൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജന ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിൽ പെടും. അതൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ പോവുകയാണ്. അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് തന്നെ. അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ മാസം അവസാനം വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളടക്കം നൽകുന്നതും അത് വലിയ പ്രതിസന്ധിയിലാവുകയാണ്. അതുകൊണ്ട് പെൻഷൻ പ്രായം കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അത് സർക്കാരിന് മുന്നിലുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ ധനവകുപ്പിനെ പൊതുഭരണ വകുപ്പിന് കീഴിൽ കൊണ്ടുവരുന്നതും ആലോചനയിലാണ്. ഇത്തരത്തിൽ നിരവധി തീരുമാനങ്ങൾ അത് മനസ്സിൽ കുറിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മടക്കമെന്ന് പറയപ്പെടുന്നത്. ഇനി നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗങ്ങൾ അത് നിർണായകമാകാൻ പോകുകയാണ്. രാജ്യസഭയിൽ ഇടതുപക്ഷത്തിന് പ്രതിസന്ധിയുണ്ട് എങ്കിൽ കൂടിയും കേരള കോൺഗ്രസും CPIയും ഈ രാജ്യസഭാ സീറ്റിനായിട്ടുള്ള അവകാശം ഉന്നയിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണമായിട്ട് കാണുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. സോളാർ വിഷയത്തിൽ ഒത്തുതീർപ്പ് വിവാദവും ഒപ്പം തന്നെ പിണറായി വിജയനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ആ സമരം ഒത്തുതീർപ്പാക്കുവാൻ അന്നത്തെ UDFൻ്റെ സർക്കാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ചർച്ച നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ അത് നിർണായകമായിട്ടുള്ള ചർച്ചയായി മാറുകയാണ് ഇപ്പോൾ കേരളത്തിൽ. അതൊരു രാഷ്ട്രീയ ചർച്ചയായി രൂപം കൊള്ളുകയാണ്. സ്വകാര്യ യാത്രയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദുബായിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവുമൊക്കെ യാത്ര തിരിച്ചത് തന്നെ. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകാത്ത ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെതിരെ ആരോപണമൊക്കെ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായ വിദേശയാത്ര നടത്തിയത് എന്തിനാണ് എന്ന് പ്രതിപക്ഷ നേതാവടക്കം വളരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അടിയന്തര തീരുമാനങ്ങളടക്കം എടുക്കേണ്ട പല സാഹചര്യത്തിലും മന്ത്രിസഭാ യോഗം പോലും ചേരാതെ അതെന്താണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ വിവാദങ്ങൾ, വലിയ വിദേശയാത്ര തന്നെ വലിയ വിവാദങ്ങളാകുന്ന തരത്തിലേക്ക് പോയ ഒരു വിദേശയാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പിണറായി വിജയനും കുടുംബവും മടങ്ങിയെത്തിയിരിക്കുന്നത്. ഭരണകാര്യങ്ങളിലേക്ക് മടങ്ങി വരികയാണ് പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ, രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ധനകാര്യ വകുപ്പിനെ പൊതുഭരണ വകുപ്പിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. പക്ഷേ യാത്ര എന്തിനായിരുന്നു, എന്തുകൊണ്ടായിരുന്നു ഈ യാത്ര വെട്ടിച്ചുരുക്കി തിരികെ പോരേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്.